റസ്മിനാണ് പോകുന്നതെന്ന് ജാസ്മിൻ അറിയാമായിരുന്നു. ഇന്നലത്തെ എവിക്ഷൻ റൗണ്ടിൽ റസ്മിനാണ് എവിക്റ്റഡ് ആയത്. എപ്പോഴത്തെയും പോലെ ഒരു ടാസ്കിലൂടെയാണ് എവിക്ഷൻ പ്രോസസ് നടന്നിരുന്നത്. ഓരോ കുട്ടികൾ കമഴ്ത്തി വെച്ചിട്ടുണ്ടാകും. അതിൽ എല്ലാവരുടെയും പേരുകൾ എഴുതിയ ബോൾസ് ഉണ്ടാവും. ഓരോരുത്തർക്കും 20 ബോൾസ് ആണ് ഉണ്ടാവുക. 20 ബോൾ തികയാത്ത ആളുകൾ എവിക്റ്റഡ് ആയി എന്നാണ് ബിഗ് ബോസ്. അങ്ങനെ ഗെയിം കളിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയത് ജാസ്മിനും റസ്മിനുമായിരുന്നു. നല്ല തിക് ഫ്രണ്ട്സ് ആണല്ലോ ഇവർ. പാരവെപ്പും കുതികാൽ വെട്ടും ഒക്കെയാണ് ഇവരുടെ മെയിൻ. എന്നാലും ഇവർ തിക് ഫ്രണ്ട്സ് ആണ്. അത് തന്നെയാണ് ഇവരുടെ ഹൈലൈറ്റ്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ജാസ്മിന് ഉറപ്പുള്ളതുപോലെ തോന്നി ജാസ്മിൻ പുറത്തു പോവില്ല, റസ്മിൻ തന്നെ ആയിരിക്കും പുറത്തു പോകുക എന്നത് ജാസ്മിന് മനസ്സിലായതുപോലെ ആയിരുന്നു ജാസ്മിന്റെ പെരുമാറ്റം. ഒബ്വിയസ്ലി ജാസ്മിന്റെ പാരന്റ്സ് വന്ന് ഫാമിലി റൗണ്ടിൽ ഏകദേശം പുറത്തുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം ജാസ്മിന് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ജാസ്മിന് ഏകദേശം എല്ലാ കാര്യങ്ങളും ജാസ്മിൻ തന്നെ ആയിരിക്കും നിലനിൽക്കുക എന്നത്. അതുകൊണ്ടുള്ള കോൺഫിഡൻസ് ആണോ മുഖത്ത് എന്നറിയില്ല. ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പുറത്തിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ജാസ്മിൻ പറയുന്ന ബെസ്റ്റ് റസ്മിൻ. താൻ പോകുന്നതിൻ്റെ ടെൻഷനല്ല, എന്നാൽ അപ്പുറത്തുള്ളത് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റസ്മിനാണ്. റസ്മിൻ പോകുന്നതിൻ്റെ സങ്കടം പോലും ജാസ്മിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. വളരെ കൂൾ ആൻഡ് കാം ആയിരുന്നു. ഒരു ചില്ല് മൂഡിലായിരുന്നു ജാസ്മിൻ. ഗെയിം കളിക്കുമ്പോഴും ജാസ്മിൻ നല്ല കൗണ്ടറുകൾ അടിച്ചുകൊണ്ട് തന്നെയാണ് ഗെയിം കളിച്ചത്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ഓഫ് എവിക്ഷൻ ടാസ്കിൽ ജാസ്മിന് ഫുൾ ബോൾസും 20 ബോൾസും കിട്ടി. റസ്മിന് ഫുൾ ബോൾസും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ റസ്മിൻ എവിക്റ്റഡ് ആയി, ജാസ്മിൻ സേവ്ഡ് ആയി. അപ്പോഴും ജാസ്മിന് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. വരൂ മകളെ പോകാം, നമുക്ക് പുറത്തുനിന്ന് കാണാം എന്നൊക്കെയായിരുന്നു ജാസ്മിന്റെ ഡയലോഗ്. ഗബ്രിയും ജാസ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. ഗബ്രി പോയപ്പോൾ ജാസ്മിൻ എന്തൊരു കരച്ചിലായിരുന്നു. അതേപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് റസ്മിൻ. റസ്മിൻ പോകുമ്പോൾ ജാസ്മിന് അതിന്റെ ഒരു ലെവലേശം പോലും സങ്കടമുണ്ടായി പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നി. ഒരിറ്റ് കണ്ണുനീർ പോലും ജാസ്മിന്റെ കണ്ണിൽ നിന്നും വന്നില്ല. എന്തിന്? റസ്മിനുമായി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടായത് ജിൻഡോയാണ്. ജിൻഡോ അടക്കം ആകെ സങ്കടത്തിലായി. അത്ര പോലും ജാസ്മിൻ കാണിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പുറത്ത് റസ്മിന്റെ വേറൊരു ഫ്രണ്ടായ നോറ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ജാസ്മിന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന റസ്മിനും പോയി, ഗബ്രിയും. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ജാസ്മിന്റെ കളികൾ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പുതിയ കൂട്ടുപിടിക്കുമോ അതോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.